പിണറായി സർക്കാർ കൊട്ടിഘോഷിച്ച് പുറത്തിറക്കിയ സിനിമാ നയം ഓർമ്മയിലെ സിനിമാ നയം ഫയലിൽ മാത്രം ഒതുങ്ങി. 1.5 കോടി രൂപ ചെലവായി എന്നല്ലാതെ സിനിമാ മേഖലയ്ക്കോ നാടിനോ യാതൊരു ഗുണവും ഉണ്ടായില്ല. സിനിമാ നയത്തിലെ പല വിഷയങ്ങളിലും പുനഃപരിശോധന വേണം എന്ന നിലപാടിലാണ് സാംസ്കാരിക വകുപ്പ്. ചില്ലറ കാര്യമല്ല, രൂപ 1.5 കോടിയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ചിലവായ തുകയാണ്. പണം മുടക്കി അതിഥികളെ കൊണ്ടുവന്ന് ചർച്ചകളും പ്രഭാഷണങ്ങളും നടത്തി സിനിമാ നയം രൂപീകരിച്ചു. എന്നാൽ ഇന്നുവരെ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. നയം ഫയലിൽ മയങ്ങിക്കിടക്കുമ്പോൾ സിനിമാ കോൺക്ലേവ് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് കഴിഞ്ഞ സർക്കാർ സിനിമാ നയം രൂപീകരിക്കാൻ 2025 ആഗസ്റ്റ് 2-3 തീയതികളിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. 1.5 കോടി രൂപ കോൺക്ലേവിനായി വകയിരുത്തി. എന്നാൽ 1,56,91,889 രൂപയാണ് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ചിലവായത്. അതായത് വകയിരുത്തിയതിലും 6 ലക്ഷം രൂപ അധികം ചിലവായി. സാംസ്കാരിക വകുപ്പും ചലച്ചിത്ര വികസന കോർപ്പറേഷനുമാണ് പണം ചിലവഴിച്ചത്. 2026 മാർച്ച് മാസം സിനിമാ നയത്തിന് പിണറായി മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ചതാണ്. എന്നാൽ സിനിമാ നയം ഇനി എങ്ങനെ മുന്നോട്ട് നടപ്പിലാക്കുമെന്നതിലാണ് ആശങ്ക. നിലവിലെ സിനിമാ നയത്തിൽ മാറ്റങ്ങൾ വേണമെന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത്. സിനിമാ നയത്തിൽ കണ്ട ഒരു പോരായ്മ, അത് പലതും ശുപാർശ സ്വഭാവത്തിലുള്ളതാണ്. അത് കൃത്രിമമായ ഒരു പരിപാടിയിലേക്ക് എത്തണമെങ്കിൽ അതിനകത്ത് ഇനിയും നമുക്ക് ചില അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഫിലിം പോളിസി ഗവൺമെൻറ് സമർപ്പിച്ചത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ചേർത്ത് അപ്പം നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും. സിനിമ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് ഇപ്പോൾ കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 100 ദിന കർമ്മ പരിപാടിയിൽ അത് പെടുത്തിയിട്ടുണ്ട്. സിനിമാ നയത്തിൽ ഇനിയും ചർച്ചകളും പരിശോധനകളും വേണമെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ നിലപാട്. അങ്ങനെയെങ്കിൽ ഇനിയും പണം ചെലവഴിക്കേണ്ടി വരും. ഒപ്പം വി.ഡി. സതീശൻ സർക്കാർ സിനിമയ്ക്ക് വ്യവസായ പദവി പ്രഖ്യാപിച്ചതിൽ മേഖലയിൽ എന്തൊക്കെ മാറ്റം വരുമെന്നതിലും വ്യക്തതയുണ്ടാകണം. സിനിമാ നയത്തിൽ സർക്കാരിന്റെ നയം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് സാംസ്കാരിക വകുപ്പും മന്ത്രിയുമാണ്. സിനിമാ നയം അടിമുടി വീണ്ടും പരിശോധിക്കാനാണ് ഈ സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ മുൻപ് സംഘടിപ്പിച്ച സിനിമാ കോൺക്ലേവ് അത് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.